ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പത്തിനുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഈസ് ആർ ആമിന്റെ യൂസേജ് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ വാസ് വേറിന്റെ യൂസേജ് ആണ്. ഇത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. വാസ് വേർ എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് വെർബാണ്, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മളതിന്റെ ഗ്രാമറിലേക്ക് അധികം പോകുന്നില്ല. ഹി വാസ് ആൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അവൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ അവൻ എഞ്ചിനീയർ അല്ല, മുൻപ് എഞ്ചിനീയർ ആയിരുന്നു. അയാൾ വർക്ക് ചെയ്തിരുന്നു, ചിലപ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ടെൻസ് ഇതിലാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഹി വാസ് എൻ എഞ്ചിനീയർ, അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം എഞ്ചിനീയർ ആണെങ്കിൽ, ഇപ്പോൾ പ്രസന്റ്ലി എഞ്ചിനീയർ ആണെങ്കിൽ എങ്ങനെ പറയാം? ഹി ഈസ് ആൻ എഞ്ചിനീയർ. അദ്ദേഹം ആയിരുന്നു, ഇപ്പോൾ അല്ല എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. ഹി വാസ് ആൻ എഞ്ചിനീയർ. ഓക്കെ, ഇനി ഇത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അവൻ എഞ്ചിനീയർ ആയിരുന്നു. അപ്പം നമുക്ക് ഒരു സ്പീക്കിംഗ് ലാംഗ്വേജ് സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് നല്ല പാണ്ഡിത്യം ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ നമുക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് പരിഹരിക്കാമെന്നുള്ളത് നമ്മുടെ ഈ ഇംഗ്ലീഷ് വീഡിയോസിൽ ഉടനീളം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വാസ് ഹി ആൻ എഞ്ചിനീയർ, അവൻ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ പറയാം യെസ് ഹി വാസ് ആൻ എഞ്ചിനീയർ, അവനൊരു എഞ്ചിനീയർ ആയിരുന്നു. അല്ലെങ്കിൽ അവൻ എഞ്ചിനീയർ ആയിരുന്നില്ല എന്നെങ്ങനെ പറയും? നോ ഹി വാസ് നോട്ട് ആൻ എഞ്ചിനീയർ. ഇവിടെ ആൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? എഞ്ചിനീയറിലെ ഇ എന്ന് പറയുന്ന ഫസ്റ്റ് ലെറ്റർ വൗവൽ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആൻ ഉപയോഗിക്കുന്നത്. അതിന് ആർട്ടിക്കിൾ എന്നാണ് പറയാം. എ ആൻഡ് ദ എന്നുള്ളതാണ് ആർട്ടിക്കിൾസ് എന്ന് പറയാം. ഇനി ദേ വർ എഞ്ചിനീയേഴ്സ്, അവർ എഞ്ചിനീയേഴ്സ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അപ്പോൾ വാസ് ഉപയോഗിച്ചു. ഹി അതുപോലെ തന്നെ ഷീ ആണെങ്കിലും അവിടെ സിംഗുലർ ആണ്, വാസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഐ ആണെങ്കിലും അവിടെ സിംഗുലർ ആണ്, ഐക്ക് നമ്മൾ വാസ് ആണ് ഉപയോഗിക്കുന്നത്. ഐ വാസ് എൻ എഞ്ചിനീയർ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, കാരണം അത് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ എഞ്ചിനീയർ ആയിരുന്നു എന്ന് ഒരാൾ അയാളോട് തന്നെ ചോദിക്കില്ലേ. അപ്പൊ അത് എന്താ പറയാ, അത് അതിന് നമുക്ക് എന്താ പറയാ, അതൊരു ആൻസർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഒരാൾ അയാളോട് തന്നെ ചോദ്യം ചോദിക്കുന്നത് വളരെ വിരലാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനോട് എഴുതാത്തത്. ഗ്രാമാറ്റിക്കലി വാസ് ഐ ആൻ എഞ്ചിനീയർ എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതൊരു സെൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്, ബഹുവചനാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസിനോട് ഉപയോഗിക്കുന്നത് എന്താണ്? വേർ, WERE. ദേ വർ എഞ്ചിനീയേഴ്സ്. വേർ ദേ എഞ്ചിനീയേഴ്സ്, അവർ എഞ്ചിനീയേഴ്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിന് ആൻസർ എങ്ങനെ പറയാം? യെസ് ദേ വർ എഞ്ചിനീയേഴ്സ്, നോ ദേ വർ നോട്ട് എഞ്ചിനീയേഴ്സ്. ഓക്കെ, അപ്പോൾ പ്ലൂറലിന്റെ ഒപ്പം നമ്മൾ പാസ്റ്റ് ടെൻസിൽ വേർ ആണ് ഉപയോഗിക്കുക, സിംഗുലറിന്റെ ഒപ്പം നമ്മൾ വാസ് ആണ് ഉപയോഗിക്കുക. നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ പ്രസന്റ് ടെൻസിൽ ഇത് എങ്ങനെ ഉപയോഗിച്ചെന്നുള്ളതുണ്ട്. അപ്പോൾ അതും ഇതും കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴാണ് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് സംസാരിക്കുമ്പോൾ, എപ്പോഴാണ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വലിയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.